11-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യമാണ്. ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയച്ചു, കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. അത് ഭയങ്കര അർത്ഥമാണ്. നിനക്ക് പ്രിയനായവൻ. നമുക്കും അതൊന്ന് ചിന്തിക്കാം. നിനക്ക് പ്രിയനായവൻ, നമ്മുടെ സ്നേഹിതനായ ലാസർ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സഹോദരിയായ മാർത്ത പുറത്തേക്ക് വരുന്നത്. മാർത്ത ഒരു വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു വർക്കഹോളിക്കാണ്. അപ്പം മറിയം നേരെ തിരിച്ചൊരു ക്യാരക്ടർ. മറിയം പാതപ്പെടുത്തിയിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യേശു ബഥാനിയിലേക്ക് വന്നപ്പോൾ പെസഹയ്ക്ക് 6 ദിവസം മുമ്പ് വന്നപ്പോൾ മാർത്ത ശുശ്രൂഷ ചെയ്തു. മറിയ വിലയേറിയ സ്വച്ഛ ജഡ മാംസത്തൈലം രാത്രി കൊണ്ടുവന്ന് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാല് തുവർത്തി. തൈലത്തിൻ്റെ സൗരഭ്യം വീട് നിറഞ്ഞു. അപ്പോൾ ഇപ്പോൾ കർത്താവിൻ്റെ പാദപീഠത്തിയിരുന്ന് ശുശ്രൂഷ ചെയ്യുന്ന മറിയം, അതേ മറിയം 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഈ മറിയമാണ് പ്രാർത്ഥിക്കുന്ന, പാദപീഠത്തിയിരിക്കുന്ന ഒരു മറിയാണ്. അപ്പം മാർത്തയ്ക്കറിയാം, മറിയം വിളിച്ചാൽ ആര് വരും? യേശു വരും. അതാണ് നമ്മൾ 30-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. യേശു അതുവരെ ഗ്രാമത്തിൽ കടക്കാതെ മാർത്ത അവനെ എതിരേറ്റ സ്ഥലത്ത് തന്നെ ആയിരുന്നു. അപ്പോഴാണ് ഈ മാർത്ത പോയിട്ട് മറിയത്തെ വിളിച്ചുകൊണ്ട് വരുന്നത്. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. സത്യത്തെ ആരെ വിളിച്ചിട്ടില്ല? മറിയെ വിളിച്ചില്ല. വിളിച്ചോ? ഇല്ല. വിളിച്ചോ? ഇല്ല. ഞാൻ കള്ളം പറഞ്ഞോ? ഇല്ല. നിങ്ങളെങ്ങനെ വിളിച്ചായിരുന്നോ? ഇല്ല. നിങ്ങളാരും കണ്ടോ? ഞാൻ നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ. എന്തെങ്കിലും തെറ്റിയൊക്കെ അങ്ങ് പറഞ്ഞേക്കണേ, എല്ലാവരും മനുഷ്യരല്ലേ. അപ്പോൾ എന്നാൽ എനിക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടു. മാർത്തയ്ക്ക് അറിയായിരുന്നു, ഈ മറിയം വിളിച്ചാൽ ആര് വരും? യേശു വരും. അതെപ്പോഴും ഓർത്തോണേ. പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ടെങ്കിൽ, നിങ്ങളുടെ ഓഫീസിൽ ഒരാൾക്കറിയാം ഒരു വിഷയം വന്നാൽ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പറയും. നീ പ്രാർത്ഥിച്ചാൽ യേശു കേൾക്കും. ആ ബോധ്യമുള്ളവരെടുക്കൽ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവരെടുക്കെ രഹസ്യത്തിൽ പ്രാർത്ഥിച്ചാലും മറ്റുള്ളവർക്കറിയാം ഇവർ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ആളുകൾ വന്ന് പറയും, നീ വിളിക്കാൻ പറയും, പ്രാർത്ഥിക്കാൻ പറയും. പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ടെങ്കിൽ ആ സഭയെ ജനങ്ങൾ വന്ന് പറയും, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയും. പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരൻ ഉണ്ടെങ്കിൽ ബാക്കി സഹോദരന്മാരെല്ലാം ഒരു പ്രതിസന്ധി വരുമ്പോൾ അവിടെ വന്ന് പറയും. എന്തുകൊണ്ട് പറയും? നീ പ്രാർത്ഥിച്ചാൽ, വിളിച്ചാൽ കർത്താവ് കേൾക്കുമെന്നൊരു ബോധ്യമുള്ളത് കൊണ്ടാണ്. ആ ബോധ്യത്തിൽ പ്രാർത്ഥന ആവശ്യപ്പെടാനായിട്ട് നമുക്കാവശ്യം മറിയന്മാർ എഴുന്നേൽക്കണം. അധികമായി പ്രാർത്ഥിക്കുന്ന മറിയന്മാർ. ഈ മറിയം എഴുന്നേറ്റാൽ ഒരു ഗുണം, മറിയം പോലെയുള്ള എല്ലാ മറിയത്തിൻ്റെ, ഇന്നലെ ഞാൻ പറഞ്ഞു, മറിയത്തിൻ്റെ ഒരു പ്രത്യേകത, മറിയം യേശുവിൻ്റെ അമ്മ മറിയത്തോട് ശിമയോൻ പറയുന്നൊരു വാക്കുണ്ട്, നിൻ്റെ ചങ്കിനകത്തൂടെ എന്ത് കിടക്കും? വാള് കിടക്കും. ഈ മറിയന്മാരുടെ ഒരു പ്രത്യേകതയാണ്. എനിക്ക് ഈ അമ്മമാരെ ഭയങ്കര ഇഷ്ടമാണ്, എല്ലാ അമ്മമാരുടെ പ്രത്യേകത, അവരുടെ ചങ്കിനകത്തെല്ലാം എന്തുണ്ട്? വാളുണ്ട്. ചങ്കിനകത്ത് വാളുള്ള അമ്മമാരാണ്. അതുകൊണ്ടാണ് പിള്ളേരെ ഇച്ചിരി നേരം കണ്ടില്ലെങ്കിൽ അമ്മ എന്തോ ചെയ്യും? അമ്മ ടെൻഷൻ അടിക്കും. അപ്പോഴും അച്ചായൻ ഒരലിനെ കാറ്റ് പിടിച്ചോലിരിക്കും. ആ മനുഷ്യൻ്റെ ഒരു ഇരിപ്പ് കണ്ടോ, അയാൾക്ക് ഒരു കുഴപ്പമില്ല, പേടിക്കണ്ട, അയാളുടെ ചങ്കി വാളില്ല. പക്ഷേ അമ്മയുടെ ചങ്കിനകത്ത് എന്തുണ്ട്? വാളുണ്ട്. ഈ വാളുള്ളത് കൊണ്ടൊരു പ്രത്യേകതയുണ്ട്. വാള് അനങ്ങിയ ചങ്ക് മുറിഞ്ഞ കണ്ണ് നനയും. സത്യത്തിൽ എല്ലാ മക്കളുടെയും അനുഗ്രഹം ചങ്കിനകത്ത് വാളുള്ള അമ്മമാരുള്ളത് കൊണ്ടാണ് ഇന്നും പ്രിയരെ എല്ലാ വീടും മുന്നോട്ട് പോകുന്നത്, എല്ലാ മക്കളും മുന്നോട്ട് പോകും. ചങ്കിനകത്ത് വാളുള്ള അമ്മമാർ, അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയണം. കരമുയർത്തി എല്ലാ അമ്മമാരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. അപ്പം ചങ്കിനകത്ത് വാളുള്ളവർ. യേശുവിലൊരു അമ്മയുടെ ഭാവമുണ്ടോ? യേശുവിലൊരു അമ്മയുണ്ടോ? ഉണ്ടില്ലേ? യെരുശലേമിനെ നോക്കി എന്ത് ചെയ്യുന്നു? കരയുന്നില്ലേ? യെരുശലേമിനെ നോക്കി കരയുന്നു. ലാസറിൻ്റെ കല്ലറയ്ക്ക് വന്ന് കരയുന്ന എപ്പോഴും ആരുടെ ഭാവമാണ്? എന്നിട്ട് 5 അപ്പം കൊണ്ട് പകുതി ഇരുത്തിയിട്ട് അപ്പം നുറുക്കി കൊടുക്കും. ഈ അപ്പം നുറുക്കി കൊടുക്കുന്നതും കരയുന്നതെല്ലാം ആരുടെ ഭാവം? ഒരമ്മയുടെ ഭാവം. യേശുവിന് ഒരു അമ്മയുടെ ഭാവം ഉണ്ടോ? ഉണ്ട്. അതുകൊണ്ടാണ് തിയോളജി ഒന്നും അറിയാത്ത സാധുപാടി, പിതാവില്ലാത്തവർക്ക് നല്ലൊരു താതനും പെറ്റമ്മയെ കവിഞ്ഞ് ആർദ്രവാനും
വിധവയ്ക്ക് കാന്തനും സാധുവിൻ്റെ അപ്പോൾ. അപ്പോൾ യേശുവിൽ ആരുണ്ട്? യേശുവിൽ ഒരു അമ്മഭാവം ഉണ്ടോ? എനിക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അമ്മ മരിച്ചു പോയോണ്ടായിരിക്കാം ഞാൻ എപ്പോഴും യേശുവിൽ ഒരു അമ്മയെ കാണാറുണ്ട്. ഇല്ലേ? ഉണ്ടോ? എനിക്കങ്ങനെ തോന്നാറുണ്ട്. അതെനിക്ക് മാത്രമല്ല, സാധുവിന് തോന്നിയത് കൊണ്ടാണ് വർഷങ്ങൾക്ക് മുമ്പ് സാധു പാടിയത്, അവൻ പെറ്റമ്മയെ കവിഞ്ഞ ആർദ്രവാനാണ്, പിതാവില്ലാത്തവർക്കും നല്ലൊരു താതനാണ്, പെറ്റമ്മയെ കവിഞ്ഞ് ആർദ്രവാനാണ്. അപ്പോൾ യേശുവിൽ ഉള്ള ആ ഭാവം ഇവിടെ ആ മറിയം വന്നിട്ട് യേശുവിനെ കൊണ്ട് പോവുകയാണ്. കല്ലറയ്ക്ക് ചെല്ലുന്നു, ലാസറിനെ പുറത്തു കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് 7 അടയാളങ്ങളൂടെ പോയി. ഇനി നമുക്ക് 8ാമത്തെ ഒരു അടയാളമായിട്ട് ചിന്തിക്കാൻ കഴിയുന്നു യേശുവിൻ്റെ മരണ ഉത്ഥാനത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. 19-20 അധ്യായങ്ങളിലേക്ക് വരാം. യോഹന്നാൻ്റെ സുവിശേഷത്തെ ബേസ് ചെയ്ത് നമ്മൾ ചിന്തിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം കണ്ട് 19-20 അധ്യായങ്ങളിലേക്ക് നമുക്ക് വരാം. അതിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ യഹൂദന്മാരുടെ അടുത്ത് ചെന്ന് അവരോട്, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല, എന്നാൽ പെസഹയിൽ ഞാൻ നിങ്ങൾക്ക് ഒരുത്തനെ വിട്ടുതരിക പതിവുണ്ടല്ലോ. 18-ാം അധ്യായത്തിൻ്റെ ലാസ്റ്റ് ഭാഗം, യഹൂദന്മാരുടെ രാജാവിനെ വിട്ടുതരുന്നത് സമ്മതമെന്ന് ചോദിച്ചതിന് അവൻ പിന്നെയും ഇവനെ വേണ്ട, ബറബാസിനെ മതി എന്ന് നിലവിളിച്ച് പറഞ്ഞു. ബറബാസോ കവർച്ചക്കാരൻ ആയിരുന്നു. അപ്പോൾ യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് വേണ്ടി കൊണ്ടുവരികയാണ്. എന്തിനാണ് കർത്താവിനെ ക്രൂശിക്കുന്നത് എന്ന് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. അവനിൽ 6 കോടതി വിസ്തരിച്ചു. ആ രാത്രി മതകോടതിയും രാഷ്ട്രീയ കോടതി, 3 മതകോടതികൾ, ഹന്നാസ്, കയ്യഫാവ്, സന്നദ്ധി സംഘം, അത് കഴിഞ്ഞ് പീലാത്തോസ്, പിന്നെ വീണ്ടും ഹെരോദാസ്, തിരിച്ച് വീണ്ടും പീലാത്തോസ്, അങ്ങനെ കോടതികൾ മാറി മാറി കൊണ്ടുവന്നു. എല്ലാം നോക്കിയിട്ട് പീലാത്തോസ് പറയുന്നൊരു വാക്കാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, അവനിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. തെറ്റ് കാണുന്നില്ലെന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ എന്ത് ചെയ്യണം? വെറുതെ വിടണം. പക്ഷേ ഇവിടെ പറയുന്നു, തെറ്റ് കാണുന്നുണ്ടല്ലോ, ഞാൻ അവനെ ശിക്ഷിപ്പിച്ച് വിട്ടയക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ പീലാത്തോസ് ഒരു കാര്യം നോക്കി, 2 പേരെ ഒരാളെ കൂടെ കൊണ്ട് നിർത്തി. അയാളുടെ പേരെന്താണ്? ബറബാസിനെ കൊണ്ട് നിർത്തി. അപ്പുറത്ത് ആര് നിൽക്കുന്നു? യേശു കർത്താവ് നിൽക്കുന്നു. യേശു കർത്താവ് ആരാണ്? തൻ്റെ ഏകജാതനായ പുത്രൻ, ദൈവം തൻ്റെ ഏകജാതന പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ബറബാസിനെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ബറബാസിനെ തൊട്ട് ബർയോന ശീമോനെ, എത്തന്ന ശീമോൻ്റെ ശീമോനെ അല്ലേ, യോനായുടെ മകനായ ശീമോനെ, യോനായുടെ മകനായ ശീമോൻ. അബ്ബായുടെ മകൻ. അബ്ബായുടെ മകൻ ആയിരിക്കണം? ബറബാസ്, അബ്ബായുടെ മകൻ. ഏതബ്ബ? അവനും ഒരു പിതാവിൻ്റെ മകനാണ്. 2 മക്കൾ അവിടെ നിൽക്കുകയാണ്. ഒന്ന് തൻ്റെ ഏകജാതനായ പുത്രൻ, 2 നമുക്ക് മുമ്പായി ലൈനിൽ നിൽക്കുന്ന ബറബാസ്, അബ്ബായുടെ പുത്രൻ, ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പം 2 ചോദ്യം മുമ്പോട്ട് വന്നു. ആരെ വേണം? ബറബാസിനെ വേണോ? യേശുവിനെ വേണം? ഒറ്റയടിക്ക് ഇതിൻ്റെ ഒന്നും ഓപ്ഷനില്ല. എല്ലാവരെയും നിഷ്പ്രഭമാക്കി കർത്താവിനെ അവിടുന്ന് രക്ഷിക്കാം. പക്ഷേ ഈ അബ്ബായുടെ മക്കളെ രക്ഷിക്കണമെങ്കിൽ ഒരു പുത്രൻ തകർക്കപ്പെട്ടേ ഒക്കത്തുള്ളൂ. യേശു കാൽവറി കുരിശിലേക്ക് നടന്നു പോയപ്പോൾ നമ്മുടെ എല്ലാം പ്രതീകമായി അബ്ബായുടെ പുത്രൻ സ്വതന്ത്രനായിട്ട് പുറത്തേക്ക് വരികയാണ്. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ സ്വർഗം നമുക്ക് എത്ര വലിയ പദവി തന്നു. അങ്ങനെ ബറബാസ് പുറത്തേക്ക് പോയി, യേശു കർത്താവ് അകത്തേക്ക് പോകുന്നു. ഒരു കുറ്റവും കാണുന്നില്ല. അവർ അവനെ അടിച്ച് കയ്യേക്കുന്നു, മുള്ളുകൊണ്ട് കിരീടം മിടിഞ്ഞ് തലയിൽ വെക്കുന്നു. ആ ഗബ്ബതായിൽ ഒരു കലിത്തളത്തിൽ കുനിച്ചു നിർത്തി റോമൻ ചാട്ടകൾ കൊണ്ട് കർത്താവിനെ വല്ലാതെ ഉപദ്രവിക്കുന്നു, പുറം അടിച്ച് തകർക്കുന്നു. പീലാത്തോസ് കർത്താവിനെ ധൂമ്രവസ്ത്രം ധരിപ്പിച്ച് തലയിൽ മുൾക്കിരീടം ചൂടി യേശുവിനെ പുറത്തു കൊണ്ടുവന്ന് ചോദിച്ചു, ഇതാ ആ മനുഷ്യൻ, ബിഹോൾഡ് ദാറ്റ് മാൻ. ഈ മനുഷ്യനെ പുറത്തേക്ക് കൊണ്ടുവന്നു. ഇത് അവന് ഞാൻ ഒരു കുറ്റവും കാണുന്നത്. പീലാത്തോസ് യേശുവിനെ അടുപ്പിച്ചതിൻ്റെ പിന്നിൽ ഒരൊറ്റ ഉദ്ദേശമുണ്ട്.
ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഉദ്ദേശം, അടികൊണ്ട് യഹൂദന്മാർ തൃപ്തരായെങ്കിൽ ആകട്ടെ എന്നുള്ള ഒരൊറ്റ ഇഷ്ടത്തിനാണ് അടിച്ചത്. പക്ഷേ അടികൊണ്ട് ആര് തൃപ്തരായില്ല? യഹൂദന്മാർ തൃപ്തരായില്ല. അവർക്ക് വീണ്ടും ആവശ്യപ്പെട്ടു, ഇവനെ എന്ത് ചെയ്യണം? ക്രൂശിക്കണം, ക്രൂശിക്കണം, ക്രൂശിക്കണം. അധികമായി നിലവിളി ഉയർന്നു. അവസാനം നിവൃത്തിയില്ലാതെ പീലാത്തോസിന് യേശുവിനെ വിട്ടുകൊടുക്കേണ്ടി വന്നു. അങ്ങനെ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല, കാണുന്നില്ല, കാണുന്നില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ്. ഒരു കുറ്റമില്ലെങ്കിൽ ആരെങ്കിലും ശിക്ഷിക്കാൻ ഒക്കുവോ? ഇല്ല. കുറ്റമില്ലാഞ്ഞിട്ടും അവനെ കുറ്റക്കാരെന്ന് വിധിക്കപ്പെടുന്നു. അങ്ങനെ ഒരു കുറ്റവും കാണാൻ ചെയ്യാത്തവന് ശിക്ഷയേക്കുന്നു. എന്തിനാണെന്ന് റോമർ 8:1 കാണുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സ്വരൂപത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. യേശു കർത്താവ് ശിക്ഷിക്കപ്പെടും. അവരാവശ്യപ്പെടുന്നു, അവനെ എന്തു ചെയ്യണം? ക്രൂശിക്കണം. നിലവിളി ഉയരുന്നു. രക്ഷിക്കാൻ പീലാത്തോസ് ആകുന്നു ശ്രമിക്കുന്നു. പക്ഷേ അടികൊണ്ട് തൃപ്തിപ്പെടാത്തവർ യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി ആവശ്യപ്പെടും. അങ്ങനെ ക്രൂശിക്കണമെങ്കിൽ എവിടെ കൊണ്ടുപോകണം? നഗരത്തിന് പുറത്തേക്ക് കൊണ്ടുപോകണം. കാരണം ക്രൂശീകരണം ശാപമാണ്. അങ്ങനെ യേശുവിനെ നഗരത്തിന് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോകുമ്പോൾ യോസഫസ് എന്നൊക്കെ പറയുന്ന ചരിത്രകാരന്മാർ പറയുന്നൊരു കാര്യമുണ്ട്. ക്രൂശ് എടുത്തുകൊണ്ട് പോകുന്ന രീതിയുണ്ട്. മറ്റൊരു രീതി, ആ ക്രൂശിൻ്റെ കുറിയ തണ്ട്, നെടിയ തണ്ട് നേരത്തെ കൊണ്ടുവന്ന് അവിടെ നാട്ടി വെക്കുകയും കുറിയ തണ്ട് ആ ചുമലിൽ വെച്ചിട്ട് കൈകൾ ഇങ്ങനെ വെച്ച് കെട്ടിവെക്കുകയും ചെയ്യും. ഇങ്ങനെയും രീതികൾ അന്നത്തെ ആ സമയത്ത് ജീവിച്ചിരുന്ന ചരിത്രകാരന്മാർ പറയാറുണ്ട്. അങ്ങനെ മിക്കവാറും ആ കൈകൾ ഇങ്ങനെ നീട്ടി ആ നെടിയ ഈ തണ്ട്, ഇങ്ങനെയുള്ള കുറിയ തണ്ട് യേശുവിൻ്റെ തോളിൽ വെച്ചിട്ട് കൈകൾ കെട്ടി വെച്ചിട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഭാരമേറിയ കുരിശും എടുത്തുകൊണ്ട് പോകുമ്പോൾ ഒരു കാരണവശാലും വീഴും. അങ്ങനെ ഭാരം എടുത്തുകൊണ്ട് വീണാൽ ഒരു മനുഷ്യനും പുറമോട്ട് വീഴത്തില്ല. ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. അങ്ങനെ ഒരു ഭാരം എടുത്തുകൊണ്ട് പോകുമ്പോൾ വീണാൽ സ്വാഭാവികമായി മുമ്പോട്ടേ വീഴത്തുള്ളൂ. മുമ്പോട്ട് വീഴുമ്പോൾ മുഖമടിച്ച് വീഴുമ്പോൾ മുഖത്തിൻ്റെ ഷേപ്പ് മാറിക്കാണും. അതുകൊണ്ടാണ് യെശയ്യാവ് 53 പറയുന്നത്, അവൻ സുന്ദരനായിരുന്നു, പക്ഷേ അവൻ കണ്ടാൽ ആളറിയാത്തവനെ പോലെ വിരൂപനായിട്ട് മാറി. എന്തിനാണ് കർത്താവ് വിരൂപനാക്കപ്പെട്ടത്? മദ്യപാനം കൂടിയ കണ്ണ് ചുമക്കും, മുഖത്തിൻ്റെ ശോഭ പോകും, രോഗം വന്ന കീമോതെറാപ്പി ചെയ്ത മുടി പോകും, പ്രിയപ്പെട്ടവരെ കണ്ടാൽ അറിയാത്തവരെ പോലാകും. ഞാൻ എത്രയോ പേരെ ശ്രദ്ധിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം പ്രിയപ്പെട്ടവരെ, എക്സിമ വന്ന് മൂടിയിട്ട് സ്കൂളിൽ പോകാത്ത കുട്ടികളെ അറിയാം. ഒരു കല്യാണത്തിന് പോകാത്ത വ്യക്തികളെ എനിക്കറിയാം. 4 പേര് കൂടുന്നിടത്ത് പോകാത്ത എനിക്കറിയാം. ഒരു കോടീശ്വരനെ എനിക്കറിയാം. പക്ഷെ ഞങ്ങളുടെ ആ സഹോദരൻ നിവൃത്തിയുണ്ട്, വീടിന് വരത്തില്ല. വൈറ്റ് പാച്ചസ് വെള്ളപ്പാണ്ട് വന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വല്ലാത്ത കോംപ്ലക്സ്, ഒരിക്കലും പുറത്തിറങ്ങത്തില്ല. കീമോതെറാപ്പിയൊക്കെ ചെയ്ത് മുടി പോയ അല്ലെങ്കിൽ കണ്ടാൽ അറിയാത്തവരെ പോലായ എത്രയോ പേരോട് കൂടെ ഞാൻ എത്രയോ ദിവസങ്ങൾ ഇരുന്നിട്ടുണ്ട്. പലരോടും ഞാൻ നിർബന്ധിച്ചിട്ടുണ്ട്, നമുക്കൊന്ന് പുറത്തു പോകാം, നടക്കാൻ പോകാം. ഇപ്പോൾ എല്ലാം റിക്കവറായില്ലേ, ഇനി ഇങ്ങനെ മുറിക്കകത്തിരിക്കരുത്, വാ നമുക്ക് പോകാം, അല്ലെ ഒന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങിയിട്ട് വരാം. അവരെന്നോട് അങ്ങനെ നിർബന്ധിക്കുമ്പോൾ ഒന്നിലധികം പേർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, വരത്തില്ല. എന്താ കാര്യം? എന്നെ കണ്ട ആർക്കും അറിയത്തില്ല. കാണുന്നവരൊക്കെ പറയും, അയ്യോ കണ്ടിട്ട് ആളെ മനസ്സിലായില്ലല്ലോ. എനിക്കൊരുത്തിൻ്റെ സിമ്പതി വേണ്ട. വല്ലാതെ ബുദ്ധിമുട്ടി മുറിക്കകത്തിരിക്കുക. പക്ഷെ കണ്ണാടിയിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കി തന്നെ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് നോക്കുന്നു. പക്ഷേ ഇവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരാളുണ്ട്. രോഗം വന്ന് രൂപം മാറിയവന് ഒരാളുണ്ട്. കണ്ടാൽ ആളറിയാത്തവനെ പോലെ വിരൂപനായി മാറിയ കർത്താവ്. അവൻ സുന്ദരനായിരുന്നു, പക്ഷേ അവനെ കണ്ടാൽ ആളറിയാത്തവനെ പോലെ അവൻ്റെ രൂപം നഷ്ടപ്പെട്ടു. എന്തിനു വേണ്ടി? പാപം നഷ്ടപ്പെടുത്തിയ രോഗം നഷ്ടപ്പെടുത്തിയ നമ്മുടെ രൂപത്തെ തിരിച്ചു കൊണ്ടുവരുവാൻ നമുക്ക് വേണ്ടി കാൽവറിൽ വിരൂപനായി മാറിയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഇന്ന് രാത്രി പറയട്ടെ, അവിടുന്ന് വീണും എഴുന്നേറ്റും പോവുകയാണ്. യഹൂദന്മാർ അവൻ്റെ രോമം പിഴുതെടുത്തു. ചില ചരിത്രകാരന്മാർ പറയുന്നത്, രോമം വല്ലാതെ പിഴുതെടുത്താൽ ചിലപ്പോൾ അത്രയും ഭാഗത്തെ മാംസം കൂടെ പിഴുതുകൊണ്ട് പോകാം. പോലീസുകാരൊക്കെ പിഴുതെടുക്കുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അവിടുത്തെ ആൾരൂപം മൊത്തം നഷ്ടപ്പെട്ടു. കണ്ടാൽ ആളറിയാത്തവനെ പോലെ അവിടുന്ന് വീണും
എഴുന്നേറ്റും കാൽവറിലേക്ക് നടന്നു. എന്തിനാ അവിടുന്ന് ഇങ്ങനെ വീണും എഴുന്നേറ്റും പോകുന്നത്? പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നേഴ്സിംഗ് എക്സാം പാസ്സാകാൻ വേണ്ടി മാത്രമല്ല, RN തരാൻ വേണ്ടി മാത്രമല്ല, വീട് തരാൻ വേണ്ടി മാത്രമല്ല, പിന്നെ എന്തിനാ അവിടുന്ന് വീണും എഴുന്നേറ്റും നമുക്ക് വേണ്ടി നടന്നു പോയത്? ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പ്രിയപ്പെട്ടവരെ, അവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെടുകയാണ്. പാപം വൈരൂപപ്പെടുത്തിയ മനുഷ്യൻ്റെ സൗന്ദര്യത്തെ വീണ്ടെടുക്കുവാൻ, ആദമിൻ്റെ ഏദനിൽ നഷ്ടപ്പെട്ട ആ സൗന്ദര്യം വീണ്ടെടുക്കാൻ വേണ്ടി അവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെടുകയാണ്. ഇന്ന് രാത്രി അത് മനസ്സിലാക്കട്ടെ. അങ്ങനെ അവിടുന്ന് നടന്നു പോകുന്നു. കാൽവറി കുരിശിലേക്ക് ചെല്ലുന്നു. 2 കള്ളന്മാരുടെ നടുവിൽ യേശു ക്രൂശിക്കപ്പെടുന്നു. 2 കള്ളന്മാരുടെ നടുവിൽ കർത്താവ് ക്രൂശിക്കപ്പെട്ടു. എന്തിനാ 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ടത്? ഒറ്റ കാര്യത്തിന് വേണ്ടിയാ. നടുക്ക് കിടക്കുന്നവനെ ഇച്ചിരി പൊക്കിക്കിടത്തുമെന്ന് പറയാറുണ്ട്. അങ്ങനെ ഏറ്റവും നടുക്ക് കിടക്കുന്നവനെ പൊക്കിക്കിടത്തും. എന്തിനാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നമ്മളെ ക്രൂശിതൻ്റെ രൂപങ്ങളൊക്കെ നോക്കിക്ക്, 2 സൈഡിലും ഇച്ചിരി താണ്, നടുക്ക് ഇച്ചിരി മുകൾ. അബദ്ധം പറ്റുന്നതല്ല. നടുക്ക് കിടക്കുന്നവനെ പെരുങ്കള്ളനാന്ന് കാണിക്കാൻ വേണ്ടി നടുക്ക് ഇടുന്നവനെ, യേശുവിനെ നടുക്കിട്ടത്. പക്ഷെ അവരുടെ ഉദ്ദേശം ഇവനാണ് ഈ കൂട്ടത്തിൽ വലിയ കള്ളനെന്ന് കാണിക്കാൻ വേണ്ടിയാ. പക്ഷെ അവരുടെ ഉദ്ദേശം തെറ്റി. എൻ്റെ യേശു കർത്താവിൻ്റെ പ്രത്യേകതയുണ്ട്. അവിടുത്തെ സ്ഥാനം എപ്പോഴും നടുവിലാണ്. 2 കള്ളന്മാരുടെ നടുവിൽ, ആകാശത്തിനും ഭൂമിക്കും നടുവിൽ, ത്രിത്വത്തിൻ്റെ നടുവിൽ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മനുഷ്യൻ്റെ നടുവിൽ അല്ല, ചരിത്രത്തെ 2ആയി വിഭജിച്ചുകൊണ്ട് ചരിത്രത്തിൻ്റെ നടുവിൽ. ഇന്ന് രാത്രി പറയട്ടെ, ആ ദൈവത്തിൻ്റെ പ്രത്യേകതയുണ്ട്. 2 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ വരുന്ന കർത്താവ്. യേശുവിൻ്റെ സ്ഥാനം എപ്പോഴും എവിടെയാണ്? നടുക്കാണ്. കരങ്ങളെ അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഇന്ന് രാത്രി അവിടുന്ന് നമ്മുടെ നടുവിലുണ്ട്. ശ്രദ്ധിച്ച് നമുക്കൊന്ന് മുമ്പോട്ട് പോകാം. അങ്ങനെ യേശു കർത്താവിനെ ക്രൂശിച്ചു. ഗൊൽഗൊത്ത എന്ന പേരുള്ള ഗബ്ബതായിൽ നിന്ന്, പിലാത്തോസിൻ്റെ കൽത്തളമായ ഗബ്ബതായിൽ നിന്ന് ഗൊൽഗൊത്ത വരെ കർത്താവിനെ കൊണ്ടുവന്നു. ഒരാളിനെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് യേശുവിനെ നടുക്കും ക്രൂശിച്ചു. എന്നിട്ട് യഹൂദന്മാരുടെ രാജാവെന്ന് എന്തെഴുതി വെച്ചു? മേലെഴുതി വെച്ചു, യഹൂദന്മാരുടെ രാജാവ്. അപ്പോഴാണ് അവർക്കൊരു അബദ്ധം പറ്റി വെച്ചു. യഹൂദന്മാരുടെ രാജാവെന്ന് എഴുതിപ്പോയില്ലേ? അവരോടി പിലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, രാജാവെന്ന് എഴുതി വെച്ച അവൻ ആരായി? രാജാവായി. അങ്ങനെ എഴുതരുത്, അവൻ രാജാവെന്ന് പറഞ്ഞു എന്ന് എഴുതണമെന്ന് പറഞ്ഞു. അപ്പം മാത്രമാണ് ഈ പിലാത്തോസിന് ഇച്ചിരി നട്ടലുണ്ടായത്. അയാൾ പറഞ്ഞു, എഴുതി. അത് ഇന്നൊരു കോടതി ഭാഷയാണ്. ഈ വാക്കുകളെല്ലാം കോടതി ഭാഷയാണ്. എന്താണെന്നറിയാമോ? പീലാത്തോസ് എന്ത് കഴുകി? കൈ കഴുകി. കോടതി ഭാഷയാണ്. നമ്മുടെ നാട്ടിലും ഭാഷയാണ്. പീലാത്തോസ് യൂദ ചുമ്മനം കൊണ്ട് യേശുവിനെ ഒറ്റക്കൊടുത്തി, കൈ കഴുകി. എനിക്ക് ഒരു ദേഷ്യപ്പെട്ടൊരു സംഭവം ഉണ്ടായി. ദണ്ണം വന്നൊരു സംഭവം. പക്ഷെ അത് ഒത്തുകെട്ടോ, സംഭവം തെറ്റും. അപ്പോൾ എനിക്ക് തോന്നി ചെറുക്കൊക്കെ നല്ലതാന്ന് തോന്നി. എൻ്റെ ഒരു കുഞ്ഞും ഞങ്ങളുടെ സഭയിൽ ഒരു കൊച്ചിനായിട്ടൊരു പ്രശ്നം ഉണ്ടായി. ലൈവ് ഓഫ് ചെയ്യണ്ട, അവർ കേൾക്കുകയാണെങ്കിൽ കേൾക്കോട്ടെ, സന്തോഷമാണ്. അപ്പോൾ പ്രശ്നമുണ്ടായിട്ട് ഒരു കാര്യമില്ലാത്ത പ്രശ്നം. അപ്പോൾ ഒരു നല്ല പയ്യൻ എന്നോടൊന്ന് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ, നല്ല പയ്യനാണ് അവൻ. അന്നിങ്ങനെ 2 പേരും ഇങ്ങനെ നാട്ടിൽ കൂടെ കറങ്ങി നടക്കുകയാണ്. ഒരു പണി ഇങ്ങനെ ഉണ്ടല്ലോ, ഗതികിട്ട പ്രേതം പോലെ ഇങ്ങനെ നടക്കുന്ന സമയം. അപ്പോൾ ആ ഒരാളിനോട് പറഞ്ഞു, അച്ഛൻ എൻ്റെ പൊന്നച്ഛ, അവൻ എന്നോട് മിണ്ടുന്നില്ല അച്ഛ, ഞാൻ എങ്ങനെ കത്രിമേശ എടുക്കും അച്ഛൻ? 2 പ്രാവശ്യം ഞാൻ എടുത്തില്ല, എനിക്ക് സങ്കടം സഹിക്കാൻ പോയി, എനിക്ക് തിരുമേശ എടുക്കണം അച്ഛ, എൻ്റെ പൊന്നച്ഛ എനിക്ക് തിരുമേശ എടുക്കണം. അപ്പം ഞാൻ അവനെ വിളിച്ചു, ആരെ? മറ്റേ ആളെ. എടാ, അവന് തിരുമേശ എടുക്കണം. അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവന് വേണ്ടി നിന്നോട് ക്ഷമ പറയും. ചിലവന്മാരുണ്ട് ഈ പറഞ്ഞ കേൾക്കത്തില്ല. അവൻ പറഞ്ഞു, വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. അവൻ തിരുമേശ എടുത്തില്ല, എടുക്കണ്ട, ഞാനും എടുക്കണ്ട, പക്ഷെ അവനോട് ഞാൻ ക്ഷമിക്കത്തില്ല. എനിക്കവനോട് മിണ്ടുന്ന പ്രശ്നമില്ല. അവനോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെ എടുക്കും? ഞാൻ അവനെ വിളിച്ചു പറഞ്ഞു, നീ എടുക്കുന്നില്ലോ? ഇല്ല. പക്ഷേ ഇതാ, ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോവാം. ഞാനൊരു മഗ്ഗ വെള്ളം എടുത്തിട്ട് അവൻ്റെ കൈ കഴുകിയിട്ട് പറഞ്ഞു, ഈ വിഷയത്തിൽ നീ ശുദ്ധനായി തീർന്നിരിക്കുന്നു, പോയി നാളെ എടുത്തോളാൻ പറഞ്ഞു. കാരണം നീ അവൻ എടുത്തില്ല, ഇവൻ കൈ കഴുകിയിട്ട് പോയി എടുത്തു. ഏതായാലും അവന് UK വിസ കിട്ടി, അവനിന്ന് യൂറോപ്പിലുണ്ട്, മറ്റവൻ ഇപ്പോഴും നാട്ടിലുണ്ട്. ഈ വാശി ഭയങ്കരമായിട്ട് അതോടെ അവൻ രക്ഷയിട്ട്. അപ്പോൾ ഒരു കാര്യം അർത്ഥമാണ്, ഇങ്ങനെ ആർക്കെങ്കിലും തിരുമേശ എടുക്കണമെങ്കിൽ തിയോളജി ഒന്നും പറയല്ല. ആ വ്യക്തി കഴിയുന്നില്ലെങ്കിൽ നമ്മൾ പുറകെ പറഞ്ഞു നോക്കുക, പിന്നെ ആയിരുന്നില്ലെങ്കിൽ പിന്നെന്തോ ചെയ്യണം? വേണേ ചെയ്യാം. ഞാൻ ചെയ്തൊരു കാര്യം ഏതല്ല, അല്ലാതെ പിന്നെന്തോ ചെയ്യണം? കുറേ വട്ടം പറയണം, ഞാൻ ക്ഷമ ചോദിക്കുന്നു, അവർ ക്ഷമ ചോദിക്കുന്നു, എല്ലാവരും വിട്ടുകളയാൻ പറയുന്നു. പുള്ളിക്കങ്ങും ഭയങ്കര വാശിയാണ്.
ഈ വാശി കൊണ്ട് ഒരു മനുഷ്യനും ഒന്നും എന്ത് ചെയ്യത്തില്ല, നേടത്തില്ല. ചിലർക്കൊരു ഭയങ്കര അഹങ്കാരമുണ്ട്, വാശി കൊണ്ട് വല്ലതുമൊക്കെ നേടാനൊക്കെ ഒന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഈ തമ്പുരാൻ പക്ഷെ നമ്മുടെ അകത്തിരിക്കുന്ന ഈ കൊച്ചു കൊച്ചു വാശികളെ പോലും തകർക്കാൻ വേണ്ടി നമ്മളെ ഇട്ട് ഇങ്ങനെ പണിയുകയും ചെയ്യും. അതാണ് വേറെ രസം. ഈ ദൈവത്തിന് പ്രത്യേകത ഉണ്ട്. ദൈവം തമ്പുരാൻ നമ്മളെ ഇട്ട് എന്ത് ചെയ്യും, പണി. അതും ഒരു ഭയങ്കര പരിപാടിയാണ്. കാരണം ഈ കർത്താവിൻ്റെ ഇഷ്ടം അവനെ പോലെ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ്, ആകണം. അപ്പം നമ്മുടെ അകത്തിരിക്കുന്ന ഈ കൊച്ചു കൊച്ചു അഹന്തയും ജോടയെല്ലാം ഉണ്ട് ഇല്ലേ. ഏറ്റവും വലുതാണ് നമ്മുടെ അകത്തൊരു ഭൂതം ഇരിപ്പുണ്ട്. ആ ഭൂതം നമ്മുടെ അച്ചായൻ്റെ ഭൂതമാണ്. ദേഷ്യം വരുമ്പം കാണിക്കുന്നോണം. പലരും വിറയ്ക്കുന്ന അച്ചായൻ എങ്ങനെ വിറച്ചോ അതുപോലെ വിറയ്ക്കും. സഹോദരിമാർ ഓർത്തോണം, നിങ്ങളുടെ ഭർത്താവിന് നേരെ ചാടിക്കയറുമ്പോൾ ഓർത്തോണം, നിങ്ങളുടെ അമ്മ അതുപോലെയാണ് ആ അച്ചായനെ വിറപ്പിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ സത്യമായിട്ടും അതാണ് ഭൂതം, അതാണ് പാരമ്പര്യ ഭൂതം എന്നൊക്കെ പറയുന്നത്. അല്ലാതെ പള്ളിയും ബന്ധനമൊന്നും അല്ല. ഈ പാരമ്പര്യ ബന്ധനം എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും നമ്മളുടെ അകത്തോട്ട് കയറിയിരിക്കുന്ന ഒരു സാധനയില്ലേ, അതാരൊക്കെ കയറിയതാ സംശയിക്കേണ്ട. നിങ്ങൾ വിറയ്ക്കുമ്പോൾ ഓർത്തോണം, മനുഷ്യ അതുപോലെ തന്നെ അല്ലായിരുന്നു അമ്മച്ചി അവിടെയും ചവിട്ടി കുലുക്കിയേ ആയിരുന്നു അന്ന്. പക്ഷേ ഈ തടി ഇതിനെ ഇവിടുത്തെ പോലെ തടിയൊന്നും അല്ലാഞ്ഞുകൊണ്ട് അത്രയും ശബ്ദം കേട്ടില്ലെന്നുള്ളൂ. അതുപോലെ തന്നെ ചവിട്ടി കുലുക്കി അമ്മച്ചിയും പോയത്. അതേ സംഭവം നമ്മൾ കാണിക്കുമ്പോൾ ഓർത്തോണം, നമ്മുടെ അകത്ത് എന്തോ ഇരിപ്പുണ്ട്, അമ്മച്ചിയുടെ ഭൂതം ഇരിപ്പുണ്ട്. ഈ ഭൂതത്തെ ഇറക്കി വിടണം. ഇതെല്ലാം സ്വഭാവമാണ് അല്ലേ. ഇതിനു വേണ്ടി കർത്താവ് എന്താ ചെയ്യുന്ന അറിയാമോ, ചിലരെ ഇങ്ങനെ നമ്മളെ പറഞ്ഞു വിടും, നമ്മളെ ഒതുക്കാൻ വേണ്ടി. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ലേ? ഉണ്ടാകുമ്പോൾ ഓർത്തോണം, രക്ഷപ്പെടാനുള്ള വഴിയാണ് അവിടെ. നമ്മൾ അവരെ ഒതുക്കരുത്, നമ്മൾ ഒതുങ്ങിക്കോണം. കാരണം നമ്മളെ ഒതുക്കാൻ വേണ്ടി തമ്പുരാൻ എന്ത് ചെയ്യുന്നതാ, പറഞ്ഞിടും. എനിക്കൊരു രസകരമായ അനുഭവം ഉണ്ടായി, ശുശ്രൂഷക്കൊക്കെ അറിയാൻ വേണ്ടി പറയാം. ഇച്ചിരി അഹങ്കാരമൊക്കെ നല്ലപോലെ ബാക്കി നിൽക്കുന്ന സമയം, അത് ഇവിടെ നിന്നൊക്കെ വന്ന് കയറുന്ന ഒരു കാര്യമാണ്. ഈ വഴി എന്നൊക്കെ പറഞ്ഞത് പൈതൃകമായിട്ടൊക്കെ കിട്ടുന്ന ഓരോ വഴികളാണ്. അപ്പോൾ ഈ ഇച്ചിരി അഹങ്കാരമൊക്കെ ബാക്കി നിൽക്കുക. എൻ്റെ കൂടെ ഒത്തിരി പിള്ളേർ ഒരു സമയം താമസിച്ചിട്ടുണ്ട്. റജിപ്പുന്നസ് ഭാഷകളൊക്കെ ചെയ്തു. എൻ്റെ ചാത്തിൽ എൻ്റെ കൂടെ എപ്പോഴും കുറേ പിള്ളേരുണ്ടായിരുന്നു. ഈ കൂടി നിർത്താനും വഴി നിർത്താനും ഒക്കെ കൊണ്ട് നിർത്തുന്ന ഒത്തിരി പിള്ളേരുണ്ട്. അതിലൊരു കൊച്ചന്, അവനെ കോളേജിൽ പഠിക്കുകയാണ്. അപ്പോൾ അവനിങ്ങനെ ഇച്ചിരി പ്രശ്നമൊക്കെ ഉണ്ടാക്കുമ്പോൾ അവന് ഭയങ്കര ജിമ്മാണ്, കരാട്ടയോ ജിമ്മും മസിലും ഒക്കെ ഉണ്ട്. അവന് ഈ 6 പാക്കൊക്കെ ഉണ്ട്. 6 പാക്ക് അറിയത്തില്ലേ? നമുക്കാണ് ആകെപ്പാടെ 1 പാക്കാണ്. ഉപദേശിയെന്നല്ലേ നമുക്ക് ആകെപ്പാടെ ഉള്ളത് 6 പാക്കൊക്കെ ഉള്ളവനാണ്. അപ്പോൾ അവനെ അടിക്കും. അവനങ്ങനെ ഭയങ്കര പുള്ളിയായപ്പോൾ അവൻ്റെ അമ്മയോട് പറഞ്ഞു, എൻ്റെ പൊന്നു പാസ്റ്ററെ, ഇവനെ കുറച്ചാൾ വീട്ടിൽ കൊണ്ട് നിർത്തുക എങ്ങനെങ്കിലും എൻ്റെ കൊച്ചു. അപ്പം മൂത്ത കൊച്ചനെ എങ്ങാണ്ട് പിന്നെ നാട് വിട്ടുപോയി, എവിടെയാണെന്ന് ഒരു അറിയില്ല. ഞാൻ പറഞ്ഞു ശരി, എൻ്റെ കൂടെ നിർത്തിക്കോളാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ കൂടെ നിർത്തി കുറേ നാൾ. ഒരു നല്ല കൊച്ചനെ വീട്ടിൽ കൊണ്ട് നിർത്തുക എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമില്ല. രാവിലെ പൊതിയും കെട്ടി ഇവനെ വിടണ്ടേ. അപ്പോൾ ഇവൻ തായിട്ട് വരുമ്പോൾ ഇവൻ നല്ല വിശ. ഞാൻ ഇവനെ കൊണ്ട് ഹോട്ടലിലൊക്കെ പോകുമ്പോൾ 15 പൊറോട്ട 16 പൊറോട്ടയൊക്കെ കഴിക്കുന്നത്. 15 പൊറോട്ട 2 ബീഫ് ഫ്രൈ. നമ്മളാണെങ്കിൽ 3 എണ്ണം തിന്നാൽ ചത്തു. 15 കഴിക്കരുത് എൻ്റെ പൊന്നുമക്കളെ. ഇത് കുതിർന്ന് കിടക്കുന്ന ദഹിക്കുന്ന സാധനമല്ല. എന്നാലും അപ്പോൾ അത്ര ആരോഗ്യമാണ്, ആരോഗ്യം. അപ്പോൾ ഇവനെ ഞാനും കൂടി ഇങ്ങനെ ഒന്നിച്ച് കിടക്കുക. പിന്നെ ഇവനങ്ങ് തെന്നിപ്പോയി. പിന്നെ അവൻ പോയിട്ട് ഏതാണ്ട് ഒരു ഗായങ്ങിലൊക്കെ ചെന്ന് വിട്ടു. അത് ഇച്ചിരി ഒരു പ്രബലമായൊരു ഗായങ്ങി. അവൻ ആരാണ്ട് എല്ലാം അടിച്ചു സ്കൂളിൽ. അപ്പോൾ അവനങ്ങ് വലിയ പുള്ളിയായി. അപ്പോൾ അവനൊരു ദിവസമേ എനിക്കൊരു വാർത്ത കേട്ടു, എൻ്റെ കൂടെ അതൊരു ഡ്രൈവറുണ്ട്, തിരുവനന്തപുരംകാരൻ, അവനെ അടിക്കുമെന്ന്. എന്തോ പറഞ്ഞു വന്നപ്പം വഴിമാറിപ്പോയി. ഇന്നലെ തമ്പിച്ച് അച്ഛൻ പറഞ്ഞപ്പം പറഞ്ഞു, അബദ്ധസഞ്ചാരം വഴിമാറിപ്പോകുന്നവൻ ചിലപ്പോൾ ദൈവതായിരിക്കും, വഴിമാറി. അച്ഛനും പറഞ്ഞില്ലേ ദൈവതായിരിക്കും. അപ്പോൾ അങ്ങനെ ഇവനിങ്ങനെ ഭയങ്കര വാശിയായി. ഇവനപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ കൂടെ ഡ്രൈവറുണ്ട്, അവനെ അടിക്കുമെന്ന് പറഞ്ഞ്. എനിക്കങ്ങ് സങ്കടമായി. അവനെ അടിക്കും, പാവം കൊച്ചിൻ. അത് തന്നെയല്ല, ഇവനെ അടിച്ചാൽ പിന്നെ ഞാനിതിൻ്റെ പുറകെ പോകണ്ടേ. അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചേട്ടാ, നിന്നെ അടിക്കുമെന്നൊക്കെ പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല അച്ഛാ, എന്നെ അടിച്ചോട്ട്, ഞാനിപ്പോൾ അച്ചാച്ചൻ്റെ കൂടെ ആയതുകൊണ്ട് തല്ലുകൊള്ളും. പക്ഷേ അവൻ വീട്ടിൽ കിടന്ന് ഉറങ്ങത്തില്ല, അവൻ അതിലും വലിയ പുള്ളിയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ ആൾ വന്ന് അവനെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പിന്നെ ഇതിൻ്റെ എല്ലാം പുറകെ ആര് തന്നെ പോകണം, ഉപദേശി തന്നെ പോകണ്ടേ. അപ്പോൾ ഞാനോർത്ത് ഈ പ്രശ്നം അങ്ങ് തീർത്തേക്കാം. അപ്പം ഞാനൊരു ദിവസം ഇവനപ്പം വരുന്നില്ല. ഞാനൊരു ദിവസം അവനെ ഇതറിഞ്ഞുകൊണ്ട് അവനെ വിളിച്ചു ഒരു സന്ധ്യയ്ക്ക്. മക്കളെ നീ എവിടാടാ? അച്ഛാ ഞാൻ ടൗണിലുണ്ട്, റാന്നി ടൗണിലേ. ഇന്ന് മക്കളിങ്ങോട്ട് വന്നേടാ. അവൻ വന്നു. ഈ സൈലൻസറൊക്കെ എടുത്ത് കളഞ്ഞൊരു ബൈക്കിൽ അവൻ വന്നിറങ്ങി. ഞാൻ പറഞ്ഞു മോനെ ഇരിക്കടാന്ന് പറഞ്ഞ് അവനിരുന്നു. നല്ല മസിലല്ലേ, അവനിങ്ങനെ സിംഗിൾ സെറ്റ് ഇരിക്കുകയാണ്. മസിൽ ഇടയ്ക്കിടയ്ക്ക് ടൈറ്റ് ഒരു ബനിയൻ മസിൽ കാണാൻ. അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മസിലെ നോക്കി ഇങ്ങനെ ഇരിക്കുക. ഞാൻ ചോദിച്ചേടാ പൊന്നടാ, നിൻ്റെയൊക്കെ പ്രശ്നം എന്നാടാ?
ഈ പയ്യനുമായിട്ടുള്ള പ്രശ്നം എന്നാ എന്നാൽ അവനടുത്തിരിപ്പുണ്ട്. അവനിട്ടൊരു പ്രശ്നമൊന്നുമില്ല, പക്ഷേ അച്ചച്ച ഇവനിട്ട് ഞാൻ കൊടുക്കും, അവനിട്ട് ഞാൻ കൊടുക്കും, കൊടുത്തിരിക്കും. ഇവൻ ചെവിയെന്ന് വിളിക്കുമോ, നിനക്കിട്ടുണ്ടടാ. ഞാൻ പറഞ്ഞടാ ക്ഷമിക്കടാ, ഞാൻ ദൈവദാസനല്ലേ, ഞാൻ നിനക്ക് അവന് വേണ്ടി ക്ഷമ ചോദിക്കുകയാണ്, ഇങ്ങനെയൊന്നും അല്ല, കുറേ നേരം കൊണ്ടാണ്, ക്ഷമിക്കടാ. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ ശൈലി ഇതാണ്, ആദ്യം അടി നടക്കട്ടെ, പിന്നെ കോംപ്രമൈസ്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞടാ വിടറാ. അപ്പോൾ എൻ്റെ അപ്പ ഇങ്ങനെ കിടക്കുകയാണ്, അപ്പ സീനിയർ പാസ്റ്ററാണ്, അപ്പ ഇങ്ങനെ ചാരുകസരെ കിടക്കുക. അവിടെ പപ്പായും കൊണ്ട് നടക്കുന്നതല്ലേടാ ഇവൻ, പപ്പായുടെ ഡ്രൈവറാണ്, ഇവൻ കൊണ്ട് നടക്കുന്നതല്ല. അപ്പോൾ ഇവനെ തല്ലിയ പപ്പായെ തല്ലുന്നതല്ലേ ഉള്ളൂ. ഇവൻ ഓടിച്ചെന്ന് പപ്പായ്ക്കൊരു ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു, പപ്പ എൻ്റെ പപ്പ, പക്ഷേ ഇവനിട്ടുണ്ട്. അപ്പോൾ ഈ പപ്പ അതിലും വലിയ പുള്ളിയാ. ഞാൻ നോക്കിയും പപ്പ ഈ ചാരുകസരുടെ കമ്പുണ്ടല്ലോ അത് പതുക്കെ ഊരാൻ നോക്കുക. ഞാൻ എന്നാ അതെ, നീ പറയുന്ന പോലെ ഈ പ്രശ്നം തീർക്കത്തില്ല, ഞാൻ തീർത്തു തരാം. ഏതാ പുള്ളി അതിലും വലിയ പുള്ളിയാ. ഞാൻ പറഞ്ഞു മിണ്ടരുത്, അവിടെ ഇരിക്കും, ഞാൻ തീർക്കാം, മിണ്ടരുത്. ഇനി എനിക്കറിയാം ഇതിനും ഞാൻ പോണ്ടേ, എനിക്ക് കാലെ കുറേ പിടിച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നേ. അപ്പം ഞാൻ ഇവൻ്റെ കുറേ പറഞ്ഞു സഹോദരങ്ങളെ, ഇവൻ്റെ ഇട വിടറ വിടറ വിടറ, വിടത്തില്ല. ഇരിക്കൊക്കെ ദണ്ണം ദക്ഷ്യമില്ല. എത്ര നേരം ഒരു ചെറുക്കാണ് പറയുന്നത്. ഞാൻ നേരത്തെ കല്യാണം കഴിച്ച അവൻ്റെ പ്രായമുള്ളൊരു കൊച്ചുണ്ടായിരുന്നു, അത്രയും പ്രായമുള്ളതേ കൊച്ചിന്. അവൻ അങ്ങ് വിളയില്ലേ, എനിക്കങ്ങ് സങ്കടം സഹിക്കാൻ വയ്യ. എടാ ഞാൻ പറഞ്ഞ എടാ വിടറാ, വിടത്തില്ല. ഉണ്ട് ചച്ച ഒന്നും പറയണ്ട, അവനിട്ടുണ്ടെന്ന്. അയ്യോ എൻ്റെ ദണ്ണം എല്ലാം കൂടെ അങ്ങ് തീർന്നു. ഇവനിങ്ങനെ സെറ്റ് ചെയ്തിരിക്കുക, ഞാൻ സാഷ്ടാംഗം വീണ് അവൻ്റെ കാലെ പിടിച്ചു. എന്നിട്ട് ഞാനിങ്ങനെ നെടുമ്പാട് വീണ് കിടക്കാമെന്ന് കണ്ടിട്ടുണ്ടോ, അവിടെ കിടന്നു ഇവൻ്റെ കാലെ മുറുകെ പിടിച്ചു. നീ ഈ വിഷയം വിട്ടെന്ന് എൻ്റെ തലയെ തൊട്ട് സത്യം ചെയ്യാതെ ഞാൻ എഴുന്നേക്കത്തില്ലെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കേൾക്കണോ, 20 മിനിറ്റ് അവൻ എൻ്റെ കാലെ കിടത്തി. ഇവൻ പറയത്തില്ല ഞാൻ എഴുന്നേക്കത്തുമില്ല. ഇവൻ എഴുന്നേറ്റ് പോകാൻ നോക്കും, ഞാൻ കാലെ പിടിച്ചിരുത്ത്, ഞാൻ ഇങ്ങനെ പിടിച്ചിരുത്തേക്കും. അവസാനം എൻ്റെ അമ്മ പറഞ്ഞു, എൻ്റെ ഭാര്യയും രണ്ടുപേരും കൂടെ അപ്പുറത്തും ഇപ്പുറത്തൊന്നും കരഞ്ഞു, വിടടാ എടാ എൻ്റെ ചെറുക്കൻ ചത്തുകൂടാ, എടാ വിടറാ, എടാ ക്ഷമിക്കടാ, നീ അങ്ങ് പറയടാ. നമ്മ പറഞ്ഞപ്പോൾ അവസാനം അവൻ ഇങ്ങനെ പറയാൻ വരികയാണ്, ഞാൻ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് തീർന്നില്ല. അതിനു മുമ്പ് ഞാൻ നടന്ന്, ഞാൻ ഹൈസ്കൂളിൽ പഠിപ്പിച്ച്, ഞാൻ കൊണ്ടുവന്ന് ഉപദേശിയാക്കി ഒരു 10-12 വർഷമായിട്ട് എൻ്റെ കൂടെ നടക്കുന്ന ഒരു ചെറിയാനുണ്ട്. അവൻ പാസ് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഞാൻ ഇവൻ്റെ കാലേ കിടക്കുക. അവനങ്ങ് കൊണ്ടു, എൻ്റെ കൊച്ചനല്ലേ, അവൻ കഥ കൊണ്ട് വലിച്ചടച്ചത്, നീ എൻ്റെ അച്ചാച്ചനെ കാലേ കിടത്തിയോടാ, നീ എന്നെ അടിക്കടാ. ഇവൻ പറഞ്ഞു നിനക്കിട്ടുണ്ട്. വീണ്ടും കിടന്നു, ആരെ അടിക്കാതിരിക്കാൻ. വീണ്ടും കിടന്നു. ഞാൻ ആ കിടപ്പ് പിന്നെയും തുടർന്നു, അവനെ അടിക്കാതിരിക്കാൻ. ശരി, അതും വിട്ടു എന്ന് പറഞ്ഞ പിന്നെ ഞാൻ എഴുന്നേറ്റേ. ഇവനൊരു പോക്ക് പോയി ബൈക്ക് എടുത്ത്. അവനാരാ, എന്നെ കാല കിടത്തിട്ട് പോയതാ. അതെല്ലാം എനിക്ക് സഹിക്കായിരുന്നു. എൻ്റെ അപ്പനൊരു ചോദ്യം ചോദിച്ചു, അതാ എനിക്ക് ഇവൻ്റെ സ്വഭാവം ആരുടെയാണെന്ന് ചോദിച്ചു. അവരുടെ ഒന്നും അജണ്ടയെ പോലും അങ്ങനെ സംഭവമില്ല. ഇതെല്ലാം എഴുന്നേറ്റു, അവനങ്ങ് പോയി മിടുക്കായിട്ട്. ഞാൻ ചമ്മി പെതുക്കെ ഒരു ചെറുക്കൻ്റെ കാലേ കിടന്നിട്ട് ഒരു 1/2 മണിക്കൂർ കിടന്നിട്ട് എഴുന്നേറ്റ് വന്നു. നല്ല സുഖം കേട്ടോ, കിടന്നിട്ട് എഴുന്നേറ്റ് വരണം, അന്നല്ലേ അറിയത്തുള്ളൂ. ഒരു 2 ആഴ്ച കഴിഞ്ഞ് കേട്ടക്കണോ, ഞാനടുത്ത് നിൽക്കുമ്പോൾ എനിക്കൊരു കോള് വന്നു, അവൻ്റെ അമ്മയുടെയാ. ചെന്നമ്മേ, എൻ്റെ പൊന്നു ഭാഷേ, എൻ്റെ മോൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഞാൻ ചോദിച്ചു, അതിന് അവനൊന്നും ചെയ്തില്ലല്ലോ, ഞാനിതാണ്ടും പറയാനൊന്നും പോയില്ല, നാണക്കേടല്ലേ. അവനെ പോലീസ് മുക്കിക്കൊണ്ടുപോയി. ഒരു സൈബർ കേസാണ് അത്. മനോരമ, മാതൃഭൂമി, മെയിൻലൈൻ പത്രങ്ങളെല്ലാം വെണ്ടയ്ക്ക അച്ചടത്തി റിപ്പോർട്ട് ചെയ്തൊരു കേസാണ്. ആദ്യത്തെ കേസുകളൊന്നാ. പൊന്നു പാസേ, രക്ഷിക്കണം എൻ്റെ കൊച്ചിനെ. അപ്പോൾ എൻ്റെ അടുത്തൊരു സഹോദരൻ നിൽപ്പുണ്ട്. അദ്ദേഹം അന്നത്തെ സിയുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ്, പാർട്ടിക്കാരനാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ ഒന്നിച്ച് നിൽക്കുമ്പോൾ ഈ വിളി വരുന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ ഒന്ന് വിളിച്ച് നമ്മുടെ ഒരു കൊച്ചൻ അമ്മയെ ഓർത്താൽ മതി, അവനെ വിളിക്ക്. അപ്പോൾ ഇദ്ദേഹം CI സാറിനെ വിളിച്ചു. സാറേ, നമ്മുടെ ഒരു പയ്യനെ ഇപ്പം അങ്ങോട്ട്. സാറ് പറഞ്ഞു, ആ പയ്യനാണോ? ആണോ, ശരി, എന്നെ ഇനി വിളിക്കരുത്, അതിനെ കാര്യം. ഞാൻ പിടിച്ചപ്പോൾ അവൻ മസിൽ പിടിച്ച് കാണിച്ചു. ഞാൻ ഫോൺ ഓഫ് ചെയ്യുകയാണ്, വണ്ടി ഓടാൻ പോവുകയാണ്. ഒരു 1/2 മണിക്കൂർ നേരത്തേക്ക് മസിൽ ഉടയ്ക്കാതെ എനിക്കിനി സമാധാനമില്ലെന്ന് പറഞ്ഞു. 40 ദിവസം റിമാൻഡിൽ കിടന്നു. അവൻ്റെ അമ്മയ്ക്ക് ജാമ്യത്തുക കൊടുത്തത് ഞാനാ, ഇറക്കി. പിന്നെ നാട്ടിൽ നിന്ന് പോയി. ഒരു 2 വർഷം കഴിഞ്ഞ് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എന്നെ ഒരാൾ ഇങ്ങനെ പുറത്തിങ്ങനെ തോണ്ടി. ഞാൻ നോക്കിയപ്പോൾ ഒരു പയ്യൻ, എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഞാൻ കുറേ നേരം നോക്കിയിട്ട് ചോദിച്ചേട്ടാ നീ ഇന്നാരല്ലേ? ആണ്. മസിരിയുമില്ല, എല്ലും തോലുമായിട്ട് കിടപ്പുണ്ട്. പക്ഷേ അവൻ്റെ കാലിൽ എഴുന്നേറ്റ പിന്നെ ഞാൻ നിലത്ത് നിന്നിട്ടില്ല. പരമാർത്ഥമായിട്ട് പറയുക, ഈ വെറുതെ ഒന്നും അനുഗ്രഹം ഒന്നും വന്നു കയറത്തില്ല.
ഈ അനുഗ്രഹങ്ങളെല്ലാം വന്നു കയറണമെങ്കിലുണ്ടല്ലോ തമ്പുരാനിട്ടിങ്ങനെ തകർത്ത് പണിയും. സന്തോഷമാണോ? എന്താ കാര്യം എന്നറിയാം? അവൻ തകർന്നത് നമ്മുടെ അകത്തെ അഹന്തകളെ മുഴുവൻ തകർത്താലേ കർത്താവിൻ്റെ ഇഷ്ടത്തിൽ നമ്മളങ്ങോട്ട് ഉപയോഗിക്കപ്പെടത്തുള്ളൂ. സന്തോഷമുണ്ടോ? സന്തോഷമുണ്ടോ? സ്തോത്രം ചെയ്തേ. ഈഗോകളെയും അഹന്തകളെയും ബാക്കി വന്നിരിക്കുന്ന എല്ലാത്തിനെയും എക്സ്ക്യൂസ് ചെയ്യാൻ കർത്താവ് ഇടുന്ന എല്ലാ മൂശകൾക്കായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയണം. കർത്താവെ, എന്നെ പണിയാൻ ദൈവം എന്തിനെങ്കിലുമൊക്കെ അത് ചിലപ്പോൾ തറുതല പറയുന്ന ഒന്നും ഇല്ലെങ്കിലുണ്ടല്ലോ ആരെങ്കിലുമൊക്കെ കർത്താവ് ഏൽപ്പിച്ച് വെക്കുക. ഒന്നും ഇല്ലെങ്കിൽ തറുതല പറയുന്ന ഒരു കൊച്ചിനെയെങ്കിലും കർത്താവ് ആക്കി വെക്കുക. എന്തിനാണെന്നറിയാമോ? എൻ്റെ അമ്മ, എന്നാലേ നമ്മൾ ശരിയാകത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് കുറേ കരഞ്ഞും ഉരുകിയും പ്രാർത്ഥിച്ചും ഒക്കെ നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ നമ്മുടെ അകത്തെ ക്രിസ്തു പുറത്തു വരുവാൻ ദൈവം അനുവദിക്കുന്ന എല്ലാ വഴികൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയണം. കർത്താവിനോട് ഒന്ന് സ്തോത്രം ചെയ്യാമോ? എന്നെ അങ്ങേക്ക് അനുരൂപപ്പെടുത്തുവാൻ ദൈവം അനുവദിക്കുന്ന എല്ലാ മൂശകൾക്കായിട്ടും ദൈവത്തിന് കരമുയർത്തി ദൈവത്തോടൊന്നും പ്രാർത്ഥിച്ച് ദൈവം നമ്മളെ ഇങ്ങനെ പണിയും. കാരണം അവിടുന്ന് തകർക്കപ്പെട്ട് കാല് പറയും. അതുകൊണ്ടാണ് യെശയ്യാ 53 പറയുന്നു, അവനെ തകർത്ത് കളയുവാൻ അവന് ഇഷ്ടം തോന്നി. എനിക്ക് ആ വാക്ക് ഭയങ്കര ഇഷ്ടം. അവനെ തകർത്ത് കളയുവാൻ അവന് ഇഷ്ടം തോന്നി. അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാമോ? അതുകൊണ്ട് എല്ലാ നാമത്തിലും മേലായ നാമം, എല്ലാ നാവും വാഴ്ത്തും നാമം, എല്ലാ മുഴങ്കാലും മടങ്ങും നാമമാക്കി മാറ്റിയത് ദൈവം അവനെ തകർത്ത് 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 പണിതു. ഇന്ന് രാത്രി ചില പണികളിലൂടെ കടന്നു പോകുന്നവർ വൈമി ലോഡെന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരം പറയാനുണ്ട്. തമ്പുരാൻ നിങ്ങളെ പണിയാൻ വേണ്ടിയുണ്ട്. കരമടിച്ച് ദൈവം നടത്തുന്ന എല്ലാ മൂശകൾക്കായിട്ട്, എല്ലാ പണിശാലകൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയട്ടെ. നമ്മളെ ദൈവാനുരൂപരാകാൻ തടസ്സമായി നിൽക്കുന്ന, നമ്മുടെ അകത്തെ ക്രിസ്തു വരാൻ തടസ്സമായി നിൽക്കുന്ന, ഇനിയും ബാക്കി നിൽക്കുന്ന സകല കുടുംബ പാരമ്പര്യ അവകാശങ്ങളോ, സകല അഹന്തകളോ, സകല വാശികളോ, സകല ദുർഗുണങ്ങളോ കർത്താവിൽ നമ്മളിൽ നിന്ന് വിട്ടുമാറി ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ വർദ്ധിച്ചു വരണം.